അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരാളുടെ ചോദ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അസുഖമുള്ള ഒരു അനുജന് വിവാഹം ചെയ്യാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി നൽകിയിരുന്നു. ആ മറുപടിക്ക് ഒരു പ്രതികരണം എന്നോണം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജ്യേഷ്ഠ സുഹൃത്തും നമുക്കെല്ലാവർക്കും പരിചിതനുമായിട്ടുള്ള ജനാബ് KM ജാബിർ മൗലവി ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോട് വിയോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ നല്ല ഒരു പ്രതികരണമാണ്. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് സംഘടിതമായി തന്നെയാണ് നൽകേണ്ടത്. മുജാഹിദുകളായിട്ടുള്ള ആളുകൾ നാളിതുവരെ സംഘടിതമായി നൽകാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ പലപ്പോഴും ഒരു വിഹിതം സംഘടിതമായിട്ട് നൽകുമ്പോൾ പോലും ചില ഘട്ടങ്ങളിൽ വ്യക്തികൾക്ക് നൽകാം എന്നുള്ള നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാനിവിടെ ഈ ഇവിടെ ഈ പ്രതികരണം അനുജന് സക്കാത്ത് കൊടുക്കാം എന്ന് പറയാനുള്ള കാരണം, സമാഹത്തു ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൽ തജൂസു സക്കാത്തു മിനൽ അഖി ലി അഖിഹിൽ മുഖ്താജ് ബ്രാക്കറ്റിൽ ആഇലുൻ വയഅമലു വലാകിൻ ദഖ്ലുഹു ലാ യക്ഫീഹി വകദാലിക ഹൽ തജൂസു ലിൽ അമ്മിൽ ഫഖീർ വകദാലിക ഹൽ തദ്ഫഉ അൽ മർഅതു സകാത മാലിഹാ ലി അഖിഹാ ഔ അമ്മതിഹാ ഔ ഉഖ്തിഹാ എന്നുള്ളതാണ് ചോദ്യം. അതായത് ചോദ്യത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് പറയാം. സക്കാത്ത് ഒരു സഹോദരനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന് ആവശ്യമുള്ള അൽ മുഹ്താജ് എന്നാണ്, ആവശ്യക്കാരനായ തൻ്റെ സഹോദരന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ബ്രാക്കറ്റിൽ ആഇലുൻ വയഅമലു വലാകിൻ ദഖ്ലുഹു ലാ യക്ഫി, കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ജോലിയുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാനം അദ്ദേഹത്തിന് ജീവിക്കാൻ തികയാതെ വരുന്നു. വകദാലിക ഹൽ തജൂസു ലിൽ അമ്മിൽ ഫഖീർ, ദരിദ്രനായിട്ടുള്ള അമ്മന് എളാപ്പാക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ വകദാലിക ഹൽ തദ്ഫഉൽ മർഅതു സകാത മാലിഹാ ലി അഖിഹാ ഔ അമ്മതിഹാ ഔ ഉഖ്തിഹാ, അതായത് ഒരു സ്ത്രീക്ക് തൻ്റെ സ്വത്തിൻ്റെ സക്കാത്ത് ആ സ്ത്രീയുടെ സഹോദരനോ അല്ലെങ്കിൽ ഇളയമാക്കോ അല്ലെങ്കിൽ അമ്മാവിക്കോ നൽകാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് മഹാനായ ഷെയ്ഖ് അവറുകൾ നൽകുന്ന മറുപടി, ലാ ഹറജ ഫീ ദഫ്ഇർ റജുലി അവിൽ മർഅ സകാതഹുമാ ലിൽ അഖിൽ ഫഖീർ. ലാ ഹറജ്, ഒരു പ്രശ്നവുമില്ല, ഫീ ദഫ്ഇർ റജുലി, ഒരു വ്യക്തി നൽകുന്നതിൽ പ്രശ്നമില്ല, അവിൽ മർഅ, ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സക്കാത്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. സകാതഹുമാ ലിൽ അഖിൽ ഫഖീർ വൽ ഉഖ്തിൽ ഫഖീറ വൽ അമ്മിൽ ഫഖീർ വൽ അമ്മത്തിൽ ഫഖീറ വസാഇരിൽ അഖാരിബിൽ ഫുഖറാ, അതായത് ഒരു സ്ത്രീക്കോ പുരുഷനോ അവർ രണ്ടുപേരുടെയും സക്കാത്തിൽ നൽകുന്നതിന്, ആർക്ക് നൽകുന്നതിന്? ദരിദ്രനായിട്ടുള്ള സഹോദരന്, ദരിദ്രയായിട്ടുള്ള സഹോദരിക്ക്, അതോടൊപ്പം തന്നെ ദരിദ്രനായിട്ടുള്ള എളാപ്പാക്ക്, ദരിദ്രയായിട്ടുള്ള ഇളയമാക്ക്, അതോടൊപ്പം തന്നെ ദരിദ്രരായിട്ടുള്ള അടുത്ത ബന്ധുക്കൾക്ക് ഒക്കെ സക്കാത്ത് നൽകുന്നതിന് വിരോധമില്ല എന്നുള്ള ഈ ഫത്വയുടെയൊക്കെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല, ഒരിക്കൽ നമ്മുടെ കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ അബ്ദുൽ ഹമീദ് മദീനി, അബ്ദുൽ ഹമീദ് മദീനി, മുമ്പിട്ടോ, ഇപ്പോഴല്ല, ഇപ്പോഴുള്ള ജമിയത്തുൽ ഉലമയുടെ അല്ല, കുറച്ച് മുമ്പ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മർക്കസ് ദഅവ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്, അദ്ദേഹം നമ്മുടെ ക്ലാസ്സിൽ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ വരികയാണ് എങ്കിൽ ഇങ്ങനെ സക്കാത്ത് നേരിട്ട് ഒരു വിഹിതം കൊടുക്കുന്നതിന്, ഫുള്ളായിട്ടല്ല, സക്കാത്ത് സത്യത്തിൽ ഇതുപോലെ ഉലുൽ അമ്രിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് സംഘടിതമായിട്ട് നിർവഹിക്കണം. പക്ഷേ എങ്കിൽ പോലും അതിനൊരു വിഹിതം ഇങ്ങനെ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിയാൽ അത് സക്കാത്തായിട്ട് സ്വീകരിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും പ്രിയങ്കരനായിട്ടുള്ള ജാബിർ മൗലവി, അള്ളാഹു താല അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. എനിക്കറിയാം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് പഠനം നടത്തുകയും വളരെ ആത്മാർത്ഥമായിട്ട്
പിന്നെ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പൂർണ്ണമായിട്ട് തന്നെ പിന്നെ സക്കാത്ത് സംഘടിതമായിട്ട് നൽകലാണ് അഭികാമ്യം. ബന്ധുക്കൾക്കും മറ്റൊക്കെ നൽകാനുള്ള ഏറ്റവും നല്ലത് സ്വതക്ക ആണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഫത്വകളുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹു ഏറ്റവും നല്ലത് സ്വീകരിക്കാനും ഏറ്റവും നല്ലത് പ്രാവർത്തികമാക്കുവാനും ഏറ്റവും നല്ലത് ചിന്തിക്കുവാനും ഏറ്റവും നല്ലതിനോട് യോജിക്കുവാനും നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ഇൽമും അതുപോലെ തന്നെ കൂടുതൽ വിശാല മനസ്സും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ആദർശത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.